വെൽക്കം ടു അനദർ വ്ളോഗ്. നമ്മളിന്ന് ന്യൂയോർക്ക് ടു ഫ്ലോറിഡ ഒരു കല്യാണം കൂടാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ പള്ളിയിലുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് മെറീന, അവളുടെ കല്യാണമാണ്. സോ ഞാനുണ്ട്, എൻ്റെ പള്ളിയിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ജൂറി ഉണ്ട്, പിന്നെ പൊന്നു എൻ്റെ സിസ്റ്ററുണ്ട്, ആൻഡ് പൊന്നുവിൻ്റെ ഫിയാൻസി രതിനുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫ്ലോറിഡയ്ക്ക് ഒരു കല്യാണത്തിന് പോവാണ്. സോ come along with us. Welcome to Florida. Hi guys. No, hi guys. Hello. So നമ്മളിപ്പം നമ്മുടെ പെട്ടി കിട്ടി, പിന്നെ റെന്റൽ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഈ വീക്കെൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ പള്ളിയിൽ വെച്ച് പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമാണ്. അതിൻ്റെ ഒരു ചെറിയ ബാക്ക് സ്റ്റോറി പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം, അതായത് 2009 അന്ന് ആദ്യമായിട്ട് വന്നപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ലോക്കൽ മലയാളം പള്ളിക്ക്. അപ്പം അവിടെ പോയപ്പം ഓബ്വിയസ്ലി ഇവിടെ കൂടുതലും ഇവിടെ ഉള്ള പിള്ളേരെല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ് പറയുന്നതായിട്ട് ആക്കാൻ. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ലൈക്ക് ആക്സെന്റ് ഒക്കെ വെച്ച് വേറെ അല്ലേ. സോ വേറെ വൈബ്സ് ഒക്കെ. ഞങ്ങളെ മമ്മിയും ഇതിന് ചേർന്ന് സൺഡേ സ്കൂളിൽ വോളണ്ടിയർ ആയിട്ട്. അപ്പം വോളണ്ടിയർ എന്ന് വെച്ചാൽ നമ്മളെക്കാൾ ചെറിയ പിള്ളേരെ സൺഡേ സ്കൂൾ പഠിപ്പിക്കണം. അങ്ങനെ ഞാൻ അവിടെ പോയി. വലിയ റൂമിനകത്ത് കുറെ പിള്ളേർ കലവിലായി. ഞാനിങ്ങനെ കയറി വന്ന എനിക്കാരും അറിയത്തില്ല. ഞാനിങ്ങനെ ഒരു സൈഡിൽ നിൽക്കുക. ഞാനിങ്ങനെ ചുമ്മാ റൂം ഒന്ന് സ്കാൻ ചെയ്തപ്പം എൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്നെപ്പോലെ തന്നെ വേറൊരു പെണ്ണ് അവിടെ നിൽക്കും. ഐ വാസ് ലൈക്ക്, ഓ ഓക്കെ, ലെറ്റ്സ് സീ കണക്ഷൻ. അപ്പം ഞാൻ ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ്, നമുക്കറിയത്തില്ലല്ലോ എങ്ങനത്തെയാന്ന്. അപ്പം ഇംഗ്ലീഷിൽ പറയണോ മലയാളത്തിൽ പറയണോ എങ്ങനത്തെ ഇതാണ്. പക്ഷെ എനിവേസ് ഞാൻ ഇംഗ്ലീഷിൽ തുടങ്ങി. ഹായ്, ഞാൻ എന്നെ പരിചയപ്പെടുത്തി. പിന്നെ കുറച്ചിങ്ങനെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ചു, അപ്പോൾ മലയാളത്തിൽ സംസാരിക്കാറയോ? പറഞ്ഞു മലയാളത്തിൽ സംസാരിക്കാറയോ? അപ്പം തുടങ്ങിയ കലവിലയാണ് ഗൈസ്. 2009 അന്ന് തുടങ്ങിയ കലവിലയാണ് ഗൈസ്. 16 വർഷം. I cannot believe I have been here for 16 years. എൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും ഒരു നാട്ടിലെ ഒരു പെണ്ണാണ്. പക്ഷെ 16 വർഷം എന്നൊക്കെ കേൾക്കുമ്പം that's crazy. Because ഞാൻ ആക്ച്വലി 15 വയസ്സിലാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പം എൻ്റെ പകുതി ജീവിതം നാട്ടിലും പകുതി ജീവിതം ഇവിടെ ആയി കഴിഞ്ഞു. അപ്പൊ ഞാൻ എവിടുത്തെ കുട്ടിയാണ് ഗൈസ്. എനിവേസ്, അപ്പൊ അതാണ് ഒരു ചെറിയ ബാക്ക് സ്റ്റോറി. ഞങ്ങൾ ആക്ച്വലി എല്ലാവരും ഹൈസ്കൂളിൽ കയറി, കോളേജ് കഴിഞ്ഞു, ജോലി തുടങ്ങി, പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ചു. അങ്ങനെ കുറേ മൈൽ സ്റ്റോൺസ് ഒക്കെ കഴിഞ്ഞാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ആൻഡ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത് അഗൈൻ ഫോർ അനദർ മൈൽ സ്റ്റോൺ ഫോർ മെറീനാസ് വെഡിങ്. സോ യാ, ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. ഞാൻ നോക്കട്ടെ, ഞങ്ങളുടെ പണ്ടത്തെ കുറച്ച് ഫോട്ടോസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഞാനിവിടെ ഇടാം, ജസ്റ്റ് ഫോർ മെമ്മറീസ്. അപ്പോൾ ഓക്കെ ഗൈസ്, കാണാം. Ready, 1, 2, 3, go. Welcome to day 2 in Florida.
നമ്മൾ രാവിലെ പയ്യെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളത് ഇന്നൊരു ചിൽ ഡേ ആക്കാനാണ് പ്ലാൻ. ആൻഡ് ജസ്റ്റ് റിലാക്സ് ആൻഡ് എൻജോയ്. പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പം ഞങ്ങളൊരു ക്യൂബൻ സാൻഡ്വിച്ച് അന്വേഷിച്ച് പോകുന്നുണ്ട്. ബട്ട് yeah, it should be a chill day. Let's see. These two എപ്പോൾ കണ്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ എൻ്റെ പള്ളിയിൽ കൊയറിലൊക്കെ കയറി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അന്നാ പെസഹ പാടുന്നതായിരിക്കും. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ അത്ര ആവശ്യമില്ല. സോറി, നമുക്ക് ഇച്ചിരി കൂടി പോയി. സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിലേ നീനരാവിലൻ സ്നേഹവീതിയിൽ മമത്തോണിയായി വാ പ്രിയമഹേ. ഓക്കേ ഗൈസ്, ഞാൻ നിർത്തി. ഞങ്ങൾ പോകുന്നു. ബൈ. ഹലോ. സോ നമ്മൾ പൂളൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി. ഞങ്ങൾ ഇന്നലെ നമ്മൾ കണ്ട അനന്യയും ജോസും അപൂർവയും പിന്നെ പൊന്നും രതനും ജൂറിയും നമ്മളെല്ലാവരും കൂടെ ഒരു ബ്രഞ്ചിന് പോവാണ്. സോ we're gonna go to the Juri's outfit. Cute. നല്ല ലൈറ്റിംഗ് ആണ്. So yeah, we're gonna go to a restaurant. It's called Columbia Restaurant. ഞങ്ങൾ just when we looked it up, it said it was really good. And അവിടുത്തെ ക്യൂബൻ സാൻഡ്വിച്ച് ഭയങ്കര ഫേമസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. So we're gonna go check it out. Come along. Hi guys. ഞങ്ങളിപ്പോൾ രതൻ ജോയിൻ ചെയ്തു. രതൻ എന്നെ പറയാനുള്ളത്? Let's go. Party. Also, look at our hair colors. Literally Verb Salon Kochi. Verb, shout out to you. ആ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഡയറക്ടറാ. ഞങ്ങൾ ഇവിടെ ഇട്ടേക്കാം. ഞങ്ങൾ കുറെ വീഡിയോസ് എടുത്തു, പക്ഷെ അച്ഛൻ ഒരിക്കലും പോസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട്. Verb Kochi. You love the color. We actually asked for different colors, but I think at the end it came out to be the same color. So, but cute. Whatever.